നിയമം മാറ്റണം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, പ്രിയദർശിനി. എന്തിനാണ്? പഠിക്കാൻ പോകുന്ന പിള്ളേര്, വയോധികരായ ആൾക്കാർ, അംഗപരിമിതികളുള്ള ആൾക്കാര്, ഭിന്നശേഷിക്കാര്, അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്ത് വരുന്ന അപ്പന്മാരും ആങ്ങളമാരും അപ്പന്മാരൊക്കെ നമ്മുടെ ബസ്സിൽ, അവര് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാരല്ലേ. ഉല്ലാസയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾക്കാരൊന്നും അല്ല. അവർക്ക് കൊടുത്തുള്ളൂ സൗജന്യ യാത്ര. സാഹചര്യം കൊണ്ട് കയറി വന്ന് എനിക്ക് ഒരു യാത്ര ചെയ്യേണ്ടി വന്നു. സീറ്റില് ഒരു 90% ആൾക്കാര് സ്റ്റേ പണി കഴിഞ്ഞ് വന്നവരും അപ്പന്മാരും എല്ലാം നിക്കുക. അവർക്കൊന്നും ഇരിക്കണ്ടേ? അവരെന്താ മനുഷ്യരല്ലേ? ഞാൻ യാത്ര ചെയ്ത പാലക്കാട് ടു മണ്ണാർക്കാട്, കർണാടക, തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. ഓക്കെ, എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ കേരളത്തിൽ, വിദ്യാഭ്യാസമായ ആൾക്കാരും കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഗൗരവമുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. പ്രൈവറ്റ് ബസ്സുകാരുടെ വീഡിയോസ് കണ്ടു, empty ആയി കിടക്കുന്ന ബസ്സുകള്. ഈ പാവപ്പെട്ടവരുടെ വയറ്റത്ത് അടിച്ചിട്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു നിയമം? അതും ആവശ്യമുള്ള നിയമമാണെങ്കിൽ ഓക്കെ, പക്ഷെ ആവശ്യമില്ലാത്ത നിയമം എന്തിനാണ്? KSRTC നഷ്ടത്തിലാവും. ആസ് എ വുമൺ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈക്വാലിറ്റി എന്റെ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് സ്ത്രീകളോട് എന്തെങ്കിലും ചെയ്യണം, ശരിക്കും സർക്കാർ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം നിയമം ഒന്ന് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. കൊച്ചിന് നൈറ്റ് പുറത്തിറങ്ങാൻ പേടി ഇപ്പോഴും 2026 നോർത്ത് പോയിന്റ് 2026 ആയിട്ട് പോലും പറ്റുന്നില്ല. ഫെമിനിസ്റ്റ് അങ്ങനെ ആയതുകൊണ്ട് സംസാരിക്കുന്നില്ല. എല്ലാരും സപ്പോർട്ടിക്കും. എല്ലാരും മനുഷ്യരാണെന്നുള്ള ചിന്തയിൽ ചെയ്യേ.